ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു അടിപൊളി ട്രിപ്പിന് വേണ്ടി പോകാട്ടോ. മധുര, ധനുഷ്കോടി, ഊട്ടി എന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നത് നെക്സോൺ കാർ എടുത്തോട്ടോ. പിന്നെ ഫാമിലി ട്രിപ്പും കൂടിയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വണ്ടി എടുത്തു. വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ ടൗണിലേക്ക് ഇറങ്ങി. രാത്രി 7:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അടിച്ചു വിട്ടു നേരെ ഞങ്ങൾ അടിവാരം എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ബാത്റൂമൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി കൊടുത്തു. എല്ലാവരും പോയി വന്നു. പിന്നെ ചെറുതായിട്ടൊരു വെള്ളം എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാനൊരു നാരങ്ങ സോഡ പറഞ്ഞു. അങ്ങനെ നമ്മൾ അനിയമ്പള്ളി പോയി നാരങ്ങ സോഡ ഒക്കെ എല്ലാവർക്കും മേടിച്ചു കൊടുത്തു. അവനൊന്നും കുടിച്ചു. പിന്നെ ഞാനും നോക്കി നിൽക്കുമോ, അങ്ങനെ ഞാനും പോയിട്ട് ഒരു നാരങ്ങ സോഡ മേടിച്ചങ്ങ് കുടിച്ചു. രാത്രി വണ്ടി ഓടിക്കാനുള്ളതല്ലേ. അപ്പം അങ്ങനെ നമ്മളിതാ ഈ ഷോപ്പിൽ നിന്ന് കേട്ടോ നാരങ്ങ സോഡ കുടിച്ചത്. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാ വീണ്ടും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. എന്നാൽ വിശക്കുന്നെങ്കിലെല്ലാം ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വണ്ടി നിർത്തി. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടോ. ഓരോരുത്തർ ലെമൺ റൈസ്, ടൊമാറ്റോ റൈസ്, ചിക്കൻ വറുത്തത്, പൊരിച്ചത്, അങ്ങനെ പല ഐറ്റംസുള്ള ഭക്ഷണമാട്ടോ കൊണ്ടുവന്നത്. അടിപൊളി ഫുഡായിരുന്നു. അനിയമ്പള്ളിക്കാണോ ഫുഡ് മതിയാവുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ചും കൂടി എടുത്തു. ഇനി ഇപ്പം വേണ്ട, ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എനിക്ക് മതി എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എന്നാൽ ഓക്കെ, ബാക്കിയുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചു. ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ബാത്റൂമൊക്കെ പോകണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയി. ഇതാ നമ്മൾ ഈ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളെ വണ്ടി നിർത്തി കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും വണ്ടി കയറി വീണ്ടും വണ്ടി എടുത്ത് അടിച്ചു മിന്നിച്ചു. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചാട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ രാത്രി ഫുള്ളും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മധുരയ്ക്കടുത്ത് എത്താനായിട്ടോ. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കക്ഷീണം വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വണ്ടി സൈഡാക്കി. അങ്ങനെ വണ്ടി സൈഡാക്കി ഞാൻ ചായക്കട പോയപ്പോഴത്തേക്ക് ബാക്കിയുള്ള 2 ആളായിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നത്. അവരും കൂടി നമ്മളിരുന്ന് ചായ കുടിച്ചു. പിന്നെ വീണ്ടും ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വണ്ടി ഇപ്പം ഞാനല്ല എടുക്കുന്നത് കേട്ടോ, നമ്മളെ കൂട്ടുകാരനാണ് വണ്ടി എടുക്കുന്നത്. അവനാണോ രാവിലത്തെ വൈബൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ രാവിലത്തെ വൈബും നോക്കി ഇങ്ങനെ വണ്ടി വിടുകയാണ്. കാരണം തമിഴ്നാട്ടിലത്തെ വൈബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണുള്ളത്. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. അങ്ങനെ അവൻ ആസ്വദിച്ച വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ നമ്മളെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.